നമ്മളെ വീട്ടിലുള്ള കോവയ്ക്ക അറുത്ത് ഞാൻ കോവയ്ക്ക മീൻ വറുത്തത് റെഡിയാക്കാണ് കേട്ടോ. ഇത് കോവയ്ക്ക എന്നൊക്കെ എനിക്കറിയാം, പക്ഷേ നാക്കിൽ വരുന്നത് മാറ്റാൻ ഇത്തിരി പാടാ. പിന്നെ ഇപ്പം ഞാനിതിൽ കോവയ്ക്ക എന്ന് പറഞ്ഞാൽ ആർക്കും ഒന്നും സംഭവിക്കാനൊന്നുമില്ലല്ലോ. അപ്പോൾ പിന്നെ അത് അങ്ങനെ തന്നെ ഇരിക്കട്ടെ എന്ന് ഓർത്ത് അപ്പോൾ അതിലോട്ട് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, വെളുത്തുള്ളി, ഇഞ്ചിയും ചതച്ചതും ഉണ്ട്, കുറച്ച് കാശ്മീരി ചില്ലിയൊക്കെ നമുക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ. കുറച്ച് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുക, കുറച്ച് കോൺഫ്ലവർ പൊടി ചേർത്ത് കൊടുക്കുക. ഇവിടെ ഉള്ള പൊടികളെല്ലാം ഇട്ട് ഞാൻ നന്നായിട്ട് പെനച്ച് ഇത്തിരി നേരം റെസ്റ്റ് ആക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഉണ്ടല്ലോ, തലേദിവസം ചിക്കൻ ഉണ്ടായിരുന്നു, അപ്പോൾ അത് വറുത്ത എണ്ണയിൽ തന്നെ കോവയ്ക്കയിട്ട് വറുത്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ചിക്കൻ്റെ ടേസ്റ്റും ഫ്ലേവറൊക്കെ കോവയ്ക്കയിലോട്ട് നല്ല രീതിക്ക് പിടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ട് തന്നെ ഒരു കിണ്ണത്തിൽ നല്ല ചൂട് ചോറൊക്കെ വിളമ്പി നമ്മുടെ കോവയ്ക്ക വറുത്തതും അങ്ങോട്ട് കൊട്ടിയിട്ട് എൻ്റെ അച്ചൂട്ടന് ഞാനിങ്ങനെ കുഴച്ച് ഉരുട്ടി അങ്ങോട്ട് കൊടുത്തപ്പോൾ എൻ്റെ അച്ചൂട്ടുണ്ടല്ലോ ഒരു കിണ്ണം ചോറ് കഴിച്ചിട്ടുണ്ട്. പച്ചക്കറിയെ തൊട്ട് തീണ്ടാത്ത ആളാണ്, പക്ഷേ ഈയിടെയായിട്ട് കോവയ്ക്ക ഫാൻ ആയിട്ടുണ്ട്.